ഈ ഒരു സീൻ നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. മോഹൻലാൽ എന്ന് പറയുന്ന അഭിനേതാവ് മലയാള സിനിമ കണ്ട അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ കണ്ട എക്കാലത്തെയും ഏറ്റവും മികച്ച നടനാണ് എന്ന് പലപ്പോഴും പലരും അടിവരയിട്ട് പറയാറുണ്ട്. അതിന് ഏറ്റവും മികച്ച ഉദാഹരണങ്ങളൊന്നാണ് ഈ ഒരു രംഗം. ഇത് ചന്ദ്രലേഖയിലെ സീനാണ്. ചന്ദ്രലേഖയിൽ മോഹൻലാൽ ഹോസ്പിറ്റലിൽ നിന്നുള്ള ആ ഒരു കുറേ കൂട്ടപ്പരിശീലനമൊക്കെ കഴിഞ്ഞിട്ട് ശ്രീനിവാസൻ്റെ അടുത്ത് വന്നതിന് ശേഷം ആ രംഗം വിവരിക്കുന്ന സീനാണ്. അതായത് വളരെ സ്വാഭാവികമായിട്ട് അതേസമയം വളരെ വേഗതയിൽ ഡയലോഗ് പറഞ്ഞ് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ട് ലാലേട്ടൻ ഇതിൽ പെരുമാറുന്നുണ്ട്. ഏതാണ്ട് 48 സെക്കൻഡോളം കണ്ടിന്യൂസ് ആയിട്ട് ലാലേട്ടൻ്റെ ഡയലോഗ് ഉണ്ട്. പക്ഷെ ആ ഡയലോഗുകൾ ലാലേട്ടൻ ഒരു സ്ഥലത്ത് നിന്ന് ചുമ്മാ പറയുകയല്ല. ലാലേട്ടൻ ഇങ്ങനെ ഡയലോഗുകൾ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നുണ്ട്. ദെൻ അതിനിടയിൽ ലാലേട്ടൻ പല പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുന്നുണ്ട്. ലാലേട്ടൻ ഗ്ലാസ് എടുക്കുന്നുണ്ട്, വെള്ളമുള്ള മൊന്ത എടുക്കുന്നുണ്ട്, മൊന്തയിൽ നിന്ന് വെള്ളം ഗ്ലാസ്സിലോട്ട് ഒഴിക്കുന്നു, എന്നിട്ട് വീണ്ടും മൊന്തയോടുകൂടെ വെള്ളം കുടിക്കുന്നു. അത് കഴിഞ്ഞ് ഗ്ലാസ് ഊരുന്നുണ്ട്, ലാലേട്ടൻ്റെ ഗ്ലാസ് ഊരുന്നു. അത് കഴിഞ്ഞ് ലാലേട്ടൻ ടൈ ഊരുന്നു, അത് അഴിച്ചു വയ്ക്കുന്നു. ഇതിൻ്റെ ഇടയിലെല്ലാം അദ്ദേഹം വളരെ വേഗത്തിൽ ഡയലോഗ് പറയുന്നു. പക്ഷെ ഇത് കാണുന്ന സമയത്ത് നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും അധികം ചിന്തിക്കാൻ കഴിയില്ല. കാരണം വളരെ നോർമലായിട്ടുള്ള ഒരു രംഗം, വളരെ സ്വാഭാവികമായിട്ട് അദ്ദേഹം പെർഫോം ചെയ്തിരിക്കുന്നു. അപ്പം ഇങ്ങനെ ഒരു രംഗം മലയാള സിനിമയിൽ മറ്റൊരാളും ഇന്നേ വരെ ചെയ്തു ഫലിപ്പിച്ചിട്ടില്ല. മലയാള സിനിമയിൽ നിന്നല്ല, ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇത്തരത്തിലൊരു രംഗം വളരെ സ്വാഭാവികമായിട്ട് വളരെ വേഗതയിൽ ഡയലോഗ് പറയുക, ഒരുപാട് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുക. ഓപ്പോസിറ്റ് ഒരു ക്യാരക്ടർ നിൽക്കുന്നുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് റിയാക്ഷൻസ് മാത്രമേ ഉള്ളൂ, ഡയലോഗുകളില്ല. അത്ര ഈസി ആയിട്ട് പെർഫോം ചെയ്യാൻ കഴിയും. മോഹൻലാലിൻ്റെ ഈസിനെസ്സിന് ഭയങ്കര വാല്യൂ ഉണ്ടെന്ന് പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ചവരും സംവിധായകരും തിരക്കഥാകൃത്തുകളും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ മോഹൻലാൽ ഇത്തരം ചില കാര്യങ്ങൾ കൊണ്ടാണ് മോഹൻലാൽ മലയാള സിനിമ കണ്ട അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ കണ്ട എക്കാലത്തെയും ഏറ്റവും മികച്ച നടനാവുന്നത്.